നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ ബൈ ദ ടൈം നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും. നമുക്ക് ഓർത്തെടുക്കാൻ പറ്റാത്ത വിധം അത് നമ്മളുടെ മെമ്മറിയിൽ നിന്ന് ഇല്ലാണ്ടായിട്ടുണ്ടാവും. പക്ഷേ ചിലപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, ചിലപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷമായിരിക്കും നമുക്ക് വീണ്ടും അത് റിക്കളക്ട് ചെയ്യാൻ പറ്റുക. മേ ബി ഒരു ദേജാവു പോലെയൊക്കെ പെട്ടെന്നായിരിക്കും നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് വരിക. ഓക്കെ, ഞാൻ ഇന്ന ഒരു കാര്യം ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണല്ലോ, ഇപ്പോൾ പെട്ടെന്നാണ് എനിക്ക് വീണ്ടും അത് ഓർമ്മ വന്നത്, ഞാൻ ഇത്രയും നാൾ മറന്നേ പോയല്ലോ എന്ന് കരുതുന്ന കുറച്ച് കാര്യങ്ങൾ. ഇന്ന് അതുപോലെ ഒരു കാര്യം സംഭവിച്ചു. ഞാനിന്ന് റാൻഡംലി സെപ്റ്റോ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി സെപ്റ്റോ ആപ്പ് ഓപ്പൺ ചെയ്ത് എനിക്ക് വേണ്ടതൊക്കെ ഇങ്ങനെ ചൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തോ ഓഫേഴ്സിൻ്റെ കൂട്ടത്തിൽ എനിക്ക് വന്നതാണ് ഒരു ഐ ഷാഡോ പാലറ്റ് വന്നു. കോമഡിയാണ് എന്നാലും ഐ ഷാഡോ പാലറ്റ് വന്നു. ഈ ഐ ഷാഡോ പാലറ്റ് കണ്ടപ്പോഴേക്കും ഞാനിങ്ങനെ സ്റ്റക്കായി. എന്താ ചെയ്യുക, ഇതെനിക്ക് എന്തോ എൻ്റെ ഒരു ആഗ്രഹം, എനിക്കത് വേണമല്ലോ എന്നെനിക്കൊരാഗ്രഹം വരുമോ. എനിക്ക് തോന്നുന്നു കുറച്ച് നാളുകളായി ഞാനതിങ്ങനെ കൊള്ളാലോ, എനിക്ക് വേണം തോന്നും. ഞാനത് ഇടുന്നില്ല, ഇടാനുള്ള ഒരു ഇട്ടിങ്ങനെ നടക്കാനുള്ളൊരു ധൈര്യം ഉണ്ടെന്നും തോന്നുന്നില്ല. എന്നാലും എനിക്കതൊരു ആഗ്രഹമായിട്ട് എൻ്റെ ഉള്ളിലുണ്ടായി. അപ്പം നമ്മൾ കൂടുതലൊന്നും ചിന്തിക്കുന്നത്, എനിക്ക് ചിലപ്പം ഞാൻ കരുതിയ റീൽസൊക്കെ കണ്ടിട്ടുള്ള ഇഷ്ടമായിരിക്കും അതെല്ലാം എന്ന് മാത്രമേ ഞാൻ ആക്ച്വലി കരുതിയിരുന്നുള്ളൂ. പക്ഷേ പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ ഇത് കണ്ടപ്പം ഇത് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ദേജാവോ പോലെ ഒരു മെമ്മറി എനിക്ക് തിരിച്ച് റിക്കളക്റ്റ് ആയത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ LKG പഠിക്കുമ്പോൾ എൻ്റെ തൊട്ടിപ്പുറം ഇരിക്കുന്ന കുട്ടി, LKGയിലാണ്, തൊട്ടിപ്പുറം ഇരിക്കുന്ന കുട്ടി ലിഡിയ എന്ന പേര് എനിക്ക് ഓർമ്മയുണ്ട്. ലിഡിയ എന്ന പേര്. ഈ കുട്ടി ഭയങ്കര സുന്ദരിയാണ്. പുള്ളിക്കാരി പക്ഷേ ക്ലാസ്സിൽ വന്നത് വൺ സെറ്റപ്പായിട്ട് തന്നെ പൊട്ടുകുത്തി, കണ്ണെഴുതി, കണ്ണെഴുതി, ഐ ഷാഡോ ഇട്ട്, ബ്ലഷ് ഇട്ട്, ലിപ്സ്റ്റിക് ഇട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ വിചാരിക്കാൻ കാരണം ഈ ഐ ഷാഡോ കാണുമ്പോഴാണ്. ഒരു റോസ് ഗ്ലിറ്ററി ഐ ഷാഡോ ഇങ്ങനെ കൊട്ടിക്ക് ഇങ്ങനെ എഴുതിയായിരിക്കും എല്ലാ ദിവസവും ക്ലാസ് വരുന്നത്. അപ്പം എൻ്റെ തൊട്ടിപ്പുറം, ഞങ്ങൾ രണ്ടുപേരുമാണ് ബെഞ്ച് ഷെയർ ചെയ്യുന്നത്, തൊട്ടിപ്പുറം ഇരിക്കുന്നത്. ഞാൻ ഓർക്കുന്നു LKG പഠിക്കുമ്പോൾ എനിക്കിതൊരു അത്ഭുതം, മഹാത്ഭുതമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ അതുവരെ അങ്ങനെ ഒരു സാധനം കണ്ടിട്ടേയില്ല. ഇങ്ങനെ എഴുതി വരുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. അന്ന് LKGയിൽ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. എന്നിട്ട് എനിക്കിത് വേണം, എനിക്കും എഴുതണം. ഞാനാണെങ്കിലും എൻ്റെ വീട്ടിൽ എന്നെ കറക്റ്റ് ഒരു ആൺകുട്ടിയെ വളർത്തുന്ന പോലെയാണ് വളർത്തിയേക്കുന്നത്. സ്പെഷ്യലി എൻ്റെ ഗെറ്റപ്പ് ആണെങ്കിൽ കംപ്ലീറ്റ് ആണുങ്ങളുടെ ഉടുപ്പ് മാത്രം, പെണ്ണുങ്ങളുടെ ഉടുപ്പേ ഞാൻ ഇട്ടിട്ടില്ല, കണ്ണെഴുതില്ല, പൊട്ടിടില്ല. 5 വയസ്സുള്ളപ്പോൾ പോലും അങ്ങനെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഒരു ടിപ്പിക്കൽ ടോംബോയി പോലെയാണ് ഞാൻ വളർന്നേക്കുന്നത്. മേ ബി അതൊരു 6th സ്റ്റാൻഡേർഡ് വരെ അങ്ങനെ തന്നെയായിരുന്നു. ബട്ട് സ്റ്റിൽ കുഞ്ഞിലെ അപ്പം ഞാൻ ഈ പെൺകുട്ടികളെ ക്ലിപ്പൊക്കെ ഇട്ടൊക്കെ വരുമ്പോഴുള്ള അങ്ങനെയൊന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എൻ്റെ തലയിൽ അങ്ങനെ ക്ലിപ്പോ അങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ ഈ ഐ ഷാഡോ അത് മാത്രം ഞാനിങ്ങനെ ഭയങ്കര അസൂയയുടെ ഞാൻ ആ കുട്ടിയുടെ കണ്ണിൽ കണ്ടുകൊണ്ടിരുന്നത്. അതെൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ മറന്നുപോയി. പിന്നെ എൻ്റെ മനസ്സിൽ ഇത്രേ വർഷമായി എൻ്റെ മനസ്സിലേ ഇല്ല ഇങ്ങനൊരു കാര്യം. എത്ര വർഷം കഴിഞ്ഞു ഞാൻ ഇങ്ങനൊരു ആഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നോ, എന്തെങ്കിലും അത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വിട്ടുപോയി. എന്നിത് കണ്ടപ്പോഴാണ് എനിക്ക് വീണ്ടും തിരിച്ച് ആ മെമ്മറീസൊക്കെ എനിക്ക് റിക്കളക്ട് ചെയ്യാൻ പറ്റിയത്. അങ്ങനെ ഞാൻ ഈ പറഞ്ഞ പോലെ സെപ്റ്റോയിൽ ഇത് കണ്ടു. ഈ ആഗ്രഹം കൂടെ അൺലോക്ക് ആയപ്പോഴേക്കും ഞാനൊരു ഐ ഷാഡോ പാലറ്റ് വാങ്ങി. ഭയങ്കര എക്സ്പെൻസീവ് ഒന്നുമല്ല, ചുമ്മാ രസത്തിന് വാങ്ങിട്ടാ. അങ്ങനെ ഞാൻ എന്നിട്ട് ഇതൊക്കെ എടുത്തെഴുതി. എൻ്റെ ആ ഒരു ആഗ്രഹം ഞാൻ എങ്ങനെ നിറവേറ്റി. കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ, കുഞ്ഞിലുണ്ടായ ആഗ്രഹം. Done. I actually felt happy. ഇത് വാങ്ങിയിട്ടപ്പോൾ എന്തോ ഒരു സന്തോഷം. ഇതുപോലെ വേറെയും ചില ഓർമ്മകളൊക്കെ ഉണ്ട്. പെട്ടെന്ന് ഓൾ ഓഫ് എ സഡൻ എനിക്ക് തിരിച്ച് റിക്കളക്ട് ചെയ്യാൻ പറ്റിയും അതിൽ ചിലതൊക്കെ ഞാൻ ഇതുപോലെ ആഗ്രഹം അങ്ങ് തീർക്കും. ഇന്നിപ്പം ഐ തോട്ട് അതിനെപ്പറ്റി സംസാരിക്കാം.
കാണുന്നവർക്കും ഇങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്യുക. ഓർമ്മ വന്നു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന ഒന്നാണെങ്കിൽ ഇറ്റ് മേക്സ് us ഹാപ്പി, റൈറ്റ്? അതൊരു ചുമ്മാ രസം. യാ, സോ ദാറ്റ്സ് ഇറ്റ്. അതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയായിരുന്നു. See you later.